എന്നാൽ ഇത്ര വിശ്വാസികളായ ആൾക്കാർ എന്തുകൊണ്ടാണ് റോഡിൽ ഇറങ്ങുമ്പോൾ തെക്കോട്ട് മടക്കോട്ട് നോക്കുന്നത് വണ്ടി ഇടിക്കുമെന്ന്? ഇവിടെ വിശ്വാസമുള്ള തന്നെ നടന്നാൽ വണ്ടി ഇടിക്കുന്നതല്ലേ? ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ചുമ്മാ അസംബന്ധം പിടിച്ച് മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവമേളിലിരുന്ന് കണക്കെഴുതുന്നെന്ന് പഠിപ്പിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഈ ദൈവത്തിന്. ഒരു സെക്കൻഡ്. ദൈവം നമുക്ക് ബുദ്ധിജീവി, ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ പോരെ? വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് റോഡിൻ്റെ സെൻട്രൽ കയറി നിന്ന് ഏതെങ്കിലും വണ്ടി തട്ടി മെഡിക്കൽ കോളേജിൽ പോയി കിടക്കും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ദൈവം തന്ന ആ ബുദ്ധിയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്തു, ലെഫ്റ്റും റൈറ്റും നോക്കിക്കോ, വണ്ടിയെല്ലാം പോയി കഴിയുമ്പോൾ അപ്പോൾ ആ ഉപയോഗപ്പെടുത്തിയതിന് ദൈവം ഒരു ഗിഫ്റ്റ് തരും. അന്ധമായിട്ടല്ല, യുക്തിഭദ്രമായിട്ടാണ് ജീവിക്കേണ്ടത്. ജോലിക്ക് പോകാനല്ലേ ക്യാഷ് കിട്ടത്തുള്ളൂ, ഫുഡ് കഴിക്കണ്ടേ? എന്താ മാഷേ ചിരിയോ? എൻ്റെ ഈ പൂടെ ഉറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുണയുണ്ട്, ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എൻ്റെ പൂടെ ഒന്ന് കറപ്പിച്ച് കാണിക്കുകയാണ്. അതൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളില് ഒരുത്തനിരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളോട്ട് നോക്കുന്നത്. മാഷേ, ഈ പൂട കറുപ്പിച്ച് കാണിക്കാമെന്ന് ചോദിച്ചില്ലേ? അത് വെളുപ്പിച്ചതാരാ മാഷേ? എല്ലാ മതങ്ങളുടെ ദൈവത്തെയും കൂടെ വിളിച്ചോ, ഏതെങ്കിലും ദൈവം വന്ന് ഈ രോമം കറുപ്പിച്ച് കാണിച്ച മാഷിൻ്റെ വിശ്വാസം മാഷ് മാറ്റുമോ? നാളെ തൊട്ട് ദൈവവിശ്വാസിയാവുമോ? ആവത്തില്ലല്ലോ. എൻ്റെ ബുദ്ധിജീവികളെ, സൂര്യൻ എൻ്റെ വീട്ടിൽ ഉദിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ അല്ലേ ഇത്? സൂര്യൻ ഉണ്ടല്ലോ, പിന്നെ അത് നമ്മുടെ വീട്ടിൽ ഉദിച്ചിട്ട് വേണോ ഇനി വിശ്വസിക്കാൻ? ഈ പ്രപഞ്ചം തന്നെ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ മാഷേ? അപ്പോൾ എന്തിനാ മാഷേ പിന്നെ ഇനിയിപ്പോൾ ആ രോമം കറുപ്പിച്ച് കാണിക്കുന്നത്? ആ മാഷിൻ്റെ ദേഹത്ത് കറുത്ത രോമം വെളുപ്പിച്ചത് പോലും ആ ദൈവത്തിന് തീരുമാനമല്ലായിരുന്നോ? ദൈവം അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ? അല്ലേ മാഷ് കറുപ്പിച്ച് തന്നെ വയ്ക്കൂ, ഡൈ ഒന്നും ചെയ്യാതെ കറുപ്പിച്ച് തന്നെ വയ്ക്കൂ. അങ്ങനെയാണ് ദൈവം ഇല്ലെന്ന് സമ്മതിക്കാം. വെളുത്തത് കൊണ്ട് ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവാ മാഷേ. എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വെല്ലുവിളിക്കുന്നു. മരിക്കാതിരിക്കോ മാഷ്? ഞാനൊക്കെ മരിച്ചു പോലും. ദൈവം ഇല്ല എന്ന് ഉറപ്പിച്ച് എഴുതി നമുക്കൊക്കെ ദൈവവിശ്വാസം എടുത്ത് വലിച്ചെറിഞ്ഞേക്കാം മരിക്കാതിരുന്ന. അത് മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്. ജീവികളൊക്കെ ജനിച്ചാൽ മരിക്കും, ഇതൊന്നും നടക്കൂല. ദൈവമാണ് മരിപ്പിക്കുന്നത്. അപ്പോഴോ മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ഭൂമി മേളിലാ നിൽക്കുന്നത്. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മേളും താഴെയൊന്നും ഉള്ള പ്രപഞ്ചമല്ല ഇത്. മേളിലോട്ട് നോക്കിയാൽ നമ്മൾ ആകാശത്താണ് ഇരിക്കുന്നത്, ഭൂമി ആകാശത്തായിരിക്കുന്നത്, ആകാശം മേളിലല്ല. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്താണ് നമ്മൾ കസേരയിട്ടിരിക്കുമ്പോൾ ആകാശത്തായിരിക്കുന്നത്. എന്തായാലും മാഷിൻ്റെ ചിരി കൊള്ളാം, സൂപ്പറാണ്. ഇതേ ദൈവം മുകളിലാണെന്ന് പറയുമ്പോൾ ഈ ലിറ്ററലി എടുക്കുമ്പോഴുള്ള പ്രശ്നമല്ലേ? ഉദാഹരണം, രാജാവ് ഉന്നത പദവിയിലാണെന്ന് പറയുമ്പം വീടിൻ്റെ മച്ചിൻ്റെ മുകളിലാണെന്നാണോ? അല്ലെങ്കിൽ മലയുടെ കുന്നിൻ്റെ മുകളിൽ രാജാവ് കയറി ഇരിക്കുന്നതാണോ? അതൊരു പ്രയോഗമാണ്, മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ദൈവം മുകളിലാണ്, ദൈവം ഉന്നതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ന ഗ്രഹത്തിൽ കൃത്യമായി ഉപവിഷ്ടനായിരിക്കുന്നു എന്നല്ല. നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പം മുകളിൽ എന്ന് പറഞ്ഞ സംഭവം എന്തി? ഇതൊക്കെയല്ലേ മാഷ് പറഞ്ഞു തരുന്നത്? ശരിക്കും അങ്ങനെയല്ല മാഷേ, അതൊരു സിംറ്റമാണ് മുകളിലാണെന്ന്. മനുഷ്യൻ്റെ ഉള്ളിൽ ഖുർആൻ പരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ഫിത്രത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒന്ന് അന്തരാത്മാവിൻ്റെ ഒരു ആന്തരിക ബോധം. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ടല്ലേ? ഗാംഗുലിയൊക്കെ ചിലപ്പോൾ ക്ലീൻ ബോൾഡായി കഴിയുമ്പോഴും എന്നോട് എന്ത് നീ ചതി ചെയ്തു നോക്കുന്ന കണ്ടിട്ടില്ലേ? അത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മേൽബോധമുണ്ട്, ഒരു ആകാശത്തേക്ക് നോട്ടം. അതാണ് ഉന്നതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത്. എന്നെ നിങ്ങളെയൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഞാനിങ്ങനെ മിണ്ടുന്ന നേരത്തിന് എന്തിനാണ് ഈ വിവരമുള്ള ദൈവം ഉണ്ടാക്കുന്നത്? അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ ഉണ്ടാകുന്നത്. വിവരമുള്ള ഒരു ദൈവത്തിനെ ഉണ്ടാക്കിയതിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവാണ് ദൈവത്തിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അങ്ങ് സൃഷ്ടിച്ചില്ലേ? ഞാൻ ദൈവത്തിൻ്റെ ശത്രുവല്ലേ? ദൈവത്തിൻ്റെ എതിരാളിയല്ലേ? അപ്പോൾ ഞാനിവിടെ ദൈവത്തിന് എതിർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതാണ് ചിരി, അതാണ് സംഭവം.
അതിനെ ഈ ബുദ്ധിയും സ്വാതന്ത്ര്യവും മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്ക് ഈ ലോകത്ത് ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യാം, ദൈവത്തെ അനുസരിക്കുകയും ചെയ്യാം. അനുസരിച്ചു എന്നും പറഞ്ഞ് ആകാശത്തു നിന്നൊരു ഗിഫ്റ്റോ പൂമാലയോ കൊണ്ട് നമുക്ക് കിട്ടുന്നുമില്ല. നിഷേധിച്ചു എന്നും പറഞ്ഞ് ഇടുത്തിയും വന്ന് വീഴുന്നുമില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ എന്തുകൊണ്ട് എന്നെ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചില്ലേ, പലരും അങ്ങനെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ്, അതാണ് പറയാനുള്ളത്. ഉമത്തിഅഹു ഖലീല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നാം അല്പസമയം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു എന്ന്. അവിടെ നിന്ന് എത്തെട്ട് മാഷ ബഹളം വയ്ക്കാതെ അന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യാനൊരു അവസരം ഉണ്ടെങ്കിൽ മാഷൊന്ന് ചെയ്യ്, കുറേ ആളുകൾക്കെങ്കിലും ഒരു വിശ്വാസം വരുമല്ലോ.